നമസ്കാരം. ടീ ടോക്കിൽ ഇന്ന് എന്നോടൊപ്പം അതിഥിയായിട്ടുള്ളത് നിയമവിദഗ്ധൻ അഡ്വക്കേറ്റ് ഹക്കീം ഒറ്റപ്പാലമാണ്. ഒരുപാട് നിയമപ്രശ്നങ്ങളിലൂടെ കടന്നു പോകുന്നവരാണ് പ്രവാസി സമൂഹത്തിലുള്ള പലരും. അറിവില്ലായ്മ തന്നെയാണ്, അല്ലെങ്കിൽ നിയമത്തെക്കുറിച്ചുള്ള അജ്ഞത തന്നെയാണ് പലപ്പോഴും വലിയ വലിയ ട്രാപ്പിലേക്ക് ചെന്ന് വീഴുന്നത്. ഒരുപാട് വിഷയങ്ങൾ നമുക്ക് സംസാരിക്കാനുണ്ട്. സ്വാഗതം ശ്രീ ഹക്കീം ഒറ്റപ്പാലം. നമസ്കാരം. നമ്മൾ ഇന്ന് ആദ്യം സംസാരിക്കുന്നത് ഈ ലേബർ കേസുമായി ബന്ധപ്പെട്ടാണ്. തൊഴിലുടമയും തൊഴിലാളികളും ഒരുപോലെ നേരിടുന്നൊരു വിഷയമാണ് ഈ ലേബർ കേസുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ. അതിലേറ്റവും പ്രധാനപ്പെട്ട വിഷയം എന്ന് വെച്ചാൽ, ഒരു തൊഴിലിൽ നിന്ന് മാറുന്ന സമയത്ത് അവർക്ക് കിട്ടേണ്ട ആനുകൂല്യം കിട്ടാതിരിക്കുക, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഫൈനുണ്ട്, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഏതെങ്കിലും തരത്തിലുള്ള നിയമ നടപടികൾ വരുമെന്ന് പറഞ്ഞ് തൊഴിലുടമ ഭീഷണിപ്പെടുത്തുക. ഇത്തരത്തിലുള്ള പല പ്രതിസന്ധികളിലും അകപ്പെട്ടു പോകുന്ന ആളുകളെ രക്ഷിക്കാൻ എന്താണ് നമുക്ക് മുന്നിലുള്ള വഴി? ഈ തൊഴിൽ തർക്കം എന്നത് ഒരു പ്രധാനപ്പെട്ട വിഷയമാണ്. അതിൻ്റെ കാരണം ആ തൊഴിലാളിക്കും അതുപോലെ തന്നെ ആ തൊഴിലുടമയ്ക്കും ആ ഒരു നിയമപ്രശ്നത്തെ പരിഹരിക്കാനുള്ള മാർഗം അറിയാത്തത് കൊണ്ടാണ് ആ സമയത്ത് പല പ്രശ്നങ്ങളും വരുന്നത്. തൊഴിലാളിക്ക് അവകാശങ്ങളുള്ളതുപോലെ തന്നെ തൊഴിലുടമയ്ക്കും അവകാശങ്ങളുണ്ട്. എന്നാൽ ചില സമയത്ത് പലരും ഈ രണ്ട് കൂട്ടരും അവരുടെ ഗഡ്ജ് അല്ലെങ്കിൽ അവരുടെ വാശിയും ദേഷ്യമൊക്കെ തീർക്കാനുള്ള ഒരു ഉപകരണമായിട്ട് ലേബർ ഡിപ്പാർട്ട്മെൻറ്റിനെ മാറ്റാറുണ്ട്. അപ്പോഴാണ് അത് കൂടുതൽ അപകടത്തിലേക്ക് പോകുന്നത്. ബേസിക്കലി നമ്മളുടെ അവകാശത്തെ തിരിച്ചറിയുക, അത് ആവശ്യപ്പെടുമ്പോൾ അത് നിരാകരിക്കാതിരിക്കാൻ എംപ്ലോയർ തയ്യാറാവണം. അപ്പോൾ ഒരാളുടെ അവകാശത്തെ നമ്മൾ കൊടുക്കേണ്ടത് തന്നെയാണ്. അത് കൊടുക്കാതിരിക്കാൻ ശ്രമിക്കുമ്പോഴാണ് നമുക്ക് ഭീമമായ ഒരു ഫൈനിലേക്കും മറ്റു പ്രശ്നങ്ങളിലേക്കൊക്കെ വരുന്നത്. അപ്പോൾ ഒരു തൊഴിലാളി ചില കാര്യങ്ങൾ ആവശ്യപ്പെടുമ്പോൾ അവർക്ക് വേറൊരു തരത്തിലുള്ള ഒരു വിദ്വേഷം, ദേഷ്യം അവരുടെ അടുത്ത് ഉടലെടുക്കുകയാണ്. അപ്പോൾ അതിൻ്റെ പേരിൽ പലതരത്തിലുള്ള കംപ്ലൈൻറ്റുകൾ, അബ്സ്കോണ്ടിങ് പോലെയുള്ള കംപ്ലൈൻറ്റുകൾ, ഇവർ ഹാജരായില്ല എന്ന് പറഞ്ഞ് പല പ്രശ്നങ്ങൾ ഉണ്ടാവുകയാണ്. അപ്പോൾ അതുവഴി ഗവൺമെൻറ്റിൻ്റെ സമയം കൂടി നഷ്ടപ്പെടുകയാണ്. ബേസിക്കലി നമ്മളെപ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യം, തൊഴിലാളി ആയിക്കോട്ടെ തൊഴിലുടമയായിക്കോട്ടെ, അവരുടെ ആ ഒരു കമ്പനിയുടെ അല്ലെങ്കിൽ ബിസിനസ് ജീവിതത്തിൽ ആദ്യമായിട്ട് വരുന്ന ഒരു സംഭവമായിരിക്കും. അപ്പോൾ ഫസ്റ്റ് നമ്മളിത് എന്താണ് ഈ പ്രശ്നമെന്ന് നമുക്ക് മനസ്സിലാക്കുക. നമ്മൾ ചാറ്റ് ജിപിടിയുടെ കാലത്താണ് നമ്മൾ ജീവിക്കുന്നത്. അറിയാൻ പല മാർഗ്ഗങ്ങളുണ്ട്. പക്ഷേ കാര്യങ്ങൾ അറിഞ്ഞ് തന്നെ അത് പരിഹരിക്കാനുള്ള പരിശ്രമം നടത്തിക്കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അതിനൊരു പരിഹാരം ഉണ്ടാകും. അതിന് വ്യക്തിപരമായിട്ടുള്ള ദേഷ്യങ്ങളും ഇതൊക്കെ ഒഴിവാക്കുക. വളരെ വേഗത്തിൽ പരിഹരിക്കാൻ തീർച്ചയായിട്ടും പറ്റും. ഏറ്റവും കൂടുതൽ ഈ ലേബർ കേസിൽ വരുന്നത് ചില ജോലിക്ക് നമ്മൾ ഹാജരായി ജോയിൻ ചെയ്തിട്ട് 3 മാസത്തിനകത്തും 4 മാസത്തിനകത്തും കാര്യങ്ങൾ മനസ്സിലാക്കിയ ഉടൻ തന്നെ മറ്റൊരു കമ്പനിയിലേക്ക് മാറാം. ഇങ്ങനൊരു സാഹചര്യം വരുമ്പോൾ നമ്മൾ ആ തൊഴിലുടമയുടെ ഭാഗത്തുനിന്ന് കൂടി ചിന്തിക്കേണ്ടതുണ്ട്. ഒരാളുടെ വിസ എടുക്കാൻ എത്ര എമൗണ്ട് ചിലവ് വരും? അത് നമ്മൾ പെട്ടെന്ന് പോകുമ്പോൾ നിങ്ങളെ ചിലപ്പോൾ നിയമം അനുവദിക്കുന്ന ചില സാഹചര്യങ്ങളുണ്ടാവും. എന്നാൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഒരു ജോലിക്ക് ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ 6 മാസത്തിനകത്ത്, പ്രൊബേഷൻ പീരീഡിനകത്ത്, നേരത്തെ ആണെങ്കിൽ നോട്ടീസ് പീരീഡ് ഒന്നുമില്ലാതെ നമുക്ക് ടെർമിനേറ്റ് ചെയ്യാൻ പറ്റും, റിസൈൻ ചെയ്യാൻ പറ്റും. ഇന്ന് അത് നോട്ടീസ് പീരീഡ് ഉണ്ട്. എന്നിരുന്നാൽ പോലും നിങ്ങൾക്ക് പോകാനുള്ള അവകാശമുണ്ട്. 6 മാസത്തിന് ഉള്ളിലാണ് പോയതെങ്കിൽ അകത്ത് പോയി കഴിഞ്ഞാൽ നമുക്ക് മറ്റൊരു ജോലിയിൽ പ്രവേശിക്കുകയാണെങ്കിൽ എംപ്ലോയർക്ക് ഇവരുടെ വിസ കോസ്റ്റ് ആ പുതിയ ജോയിൻ ചെയ്ത ജോലിയിൽ നിന്നോ അല്ലെങ്കിൽ എംപ്ലോയിയിൽ നിന്നോ അവകാശപ്പെടാനായിട്ട് കഴിയും. നിയമപരമായിട്ട് കഴിയും. പക്ഷേ ഒരു 6 മാസം കഴിഞ്ഞൊരു തൊഴിലാളി ഈ ജോലിയിൽ നിന്ന് പോവുകയാണെങ്കിൽ ഇതൊന്നും ഇവർക്ക് ചെയ്യില്ല. അതായത് അവർക്ക് ആ നോട്ടീസ് പീരീഡ് സർവ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അവർക്കെതിരെ ഒരു ക്ലെയിം ചെയ്യാൻ പറ്റില്ല. പക്ഷെ അവിടെ സംഭവിക്കുന്നത്, ഈ 6 മാസം കൊണ്ട് ഈ തൊഴിലുടമ ഈ തൊഴിലാളിയെ അവരുടെ കമ്പനിക്ക് വേണ്ട ഒരു എംപ്ലോയി ആയി മാറ്റിക്കഴിഞ്ഞിട്ടുണ്ടായിരിക്കും. അങ്ങനെ ഒരാൾ പെട്ടെന്ന് പോകുമ്പോൾ ഒരു തൊഴിലാളിയെ കണ്ടെത്തണമെങ്കിൽ, ഒരു നല്ലൊരു തൊഴിലാളിയെ കണ്ടെത്തൽ ഇന്ന് വളരെ വിഷമകരമായിട്ടുള്ള സംഭവമാണ്. നല്ലൊരാളെ നമ്മൾ റിക്രൂട്ട് ചെയ്ത് എടുത്ത് നമുക്ക് സെറ്റായി വരുമ്പോഴേക്കും അദ്ദേഹം അവിടുന്ന് പോകുമ്പോൾ അവർക്ക് സാമ്പത്തികമായിട്ട് ബുദ്ധിമുട്ടുണ്ടാവും. ഞാൻ പറയുമ്പോൾ ഞാൻ ആരുടെ കൂടെയും നിന്ന് പറയുകയല്ല. ഞാൻ പറയുന്നത് ഒരു മനുഷ്യൻ്റെ കൂടെ നിന്നിട്ട്, ഒരു മനുഷ്യനായിട്ട് തൊഴിലാളിയും തൊഴിലുടമയും ചിന്തിക്കുക. അവർക്കൊരു പ്രശ്നം വരുമ്പോൾ അത് എൻ്റെ സഹജീവിയാണ്, അദ്ദേഹം ജീവിക്കാൻ വേണ്ടി ഇവിടെ വന്നതാണ്. അതുപോലെ തന്നെയാണ് ചെറിയ കമ്പനികളൊക്കെ നടത്തുന്ന ഓണർമാർ, തൊഴിലുടമമാർ, അവർക്കും ചില സഹകരണങ്ങൾ നമ്മൾ വേണം. ചുരുക്കത്തിൽ നമ്മൾ ആ സഹകരണത്തോടെ ആ ലേബർ കോൺട്രാക്റ്റ് പരമാവധി നമ്മൾ കംപ്ലീറ്റ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കണം. അങ്ങനെ ശ്രമിച്ചാൽ മാത്രമേ നമുക്ക് വളരെ സത്യസന്ധമായിട്ട് അല്ലെങ്കിൽ ആത്മാർത്ഥതയോടെ ജോലി ചെയ്ത് സന്തോഷമായിട്ട് അവിടെ നിന്ന് പിരിയാനായിട്ട് കഴിയുള്ളൂ. എന്തായാലും ഇപ്പോൾ തട്ടിപ്പിനെ കുറിച്ച് നമ്മളിപ്പോൾ ഒരുപാട് വാർത്തകൾ കേൾക്കുന്നുണ്ട്. ഒത്തിരി തട്ടിപ്പുകളാണ് ഓരോ ദിവസവും. നമ്മൾ പറയും മലയാളികൾ എത്ര പഠിച്ചാലും പഠിക്കാത്തവരാണ് മലയാളികൾ എന്ന് പറയും. മലയാളികളാണ് ഏറ്റവും കൂടുതൽ തട്ടിപ്പായിട്ട് പോകുന്നത്. എനിക്കറിയാം, അഡ്വക്കേറ്റിനെ നിരന്തരം വിളിച്ചു പല അത്തരത്തിലുള്ള ആളുകളായിരിക്കും. എന്തുകൊണ്ട് തട്ടിപ്പിൽ പെട്ടുപോകുന്നു എന്ന് ചോദിച്ചാൽ താങ്കളുടെ ഒരു എക്സ്പീരിയൻസിൽ താങ്കൾക്ക് എങ്ങനെ പറയാൻ പറ്റും? നമ്മൾ ഇതുവരെ മനസ്സിലാക്കിയതെന്ന് നമ്മളെപ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യം, നിങ്ങളെ തട്ടിപ്പിൽ നിന്ന്
നിങ്ങൾ മാറി നിന്നാൽ മാത്രമേ അതിന് ഒഴിവാവാനായിട്ട് കഴിയുള്ളൂ. ഞാനൊരു 100 കാര്യം പല സമയങ്ങളിൽ പറഞ്ഞുകൊണ്ടൊന്നും കാര്യമില്ല. നിങ്ങൾ ബോധവാനാവുക. നിങ്ങൾ ബുദ്ധിയുള്ളവനും ചിന്തിക്കാനും കഴിയുന്നവനും വിവേകമുള്ളവനുമായി എടുത്തുചാട്ടക്കാരനല്ലാതെ ആയി മാറുക എന്നുള്ളതാണ് ഇതിന് മാർഗ്ഗം. പല വശീകരണങ്ങളും അതുപോലെ തന്നെ ഓഫറുകളും വരുമ്പോൾ അത് തിരിച്ചറിയാനുള്ള ഒരു ബേസിക് നോളഡ്ജ് നമ്മൾ ഉണ്ടാക്കി വെക്കണം. ഏതൊരാൾ ഒരു തട്ടിപ്പിൻ്റെ രൂപത്തിൽ അത് പലതും ആവാട്ടോ. ചിലപ്പോൾ ജോലി തട്ടിപ്പായിരിക്കാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു ബിസിനസ് ചെയ്ത് നിങ്ങളെ വളരെയധികം സഹായിക്കാം. നിങ്ങൾ വെറുതെ നിങ്ങളുടെ അക്കൗണ്ടിൽ 37,557 ദിർഹം ഉണ്ടെന്ന് അറിഞ്ഞിട്ടുള്ള വിളിക്കും ഇവിടെ. കാരണം അതറിയാൻ വരെ ഇതുപോലുള്ള ഏജന്റുമാർക്ക് സംവിധാനമുണ്ട്. അങ്ങനെ അറിഞ്ഞ് അവർ നിങ്ങളുടെ മുമ്പിലേക്ക് ഒരു 35,000 ദിർഹത്തിൻ്റെ ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് പാക്കേജ് ഇടുകയാണ്. അപ്പോൾ നിരന്തരം ഇത് പറയുമ്പോൾ ഇതിപ്പോൾ അനൂപിനൊരു ഓഫർ വരികയാണ്. അനൂപ് ചിന്തിക്കും, എൻ്റെ 35,000 ദിർഹം എനിക്ക് ബാങ്കിൽ ഇട്ടിട്ട് എന്താ കാര്യം? ഇവിടെ കൊടുക്കുകയാണെങ്കിൽ ഇവർ പറഞ്ഞ ഓഫർ അനുസരിച്ച് എനിക്ക് കൂടുതൽ പൈസ കിട്ടും. അപ്പോൾ എൻ്റെ സാലറിയിലൂടെ അഡീഷണൽ ഇൻകം വരികയാണ്. അപ്പോൾ എൻ്റെ മനസ്സിങ്ങനെ ചലിക്കാൻ തുടങ്ങും. അവർക്കറിയാം ഈ മനസ്സ് ചലിക്കാൻ തുടങ്ങിയ സമയം എത്രയാണ്. ഇത്ര ദിവസത്തിനുള്ളിൽ വീണ്ടും ഒരു കോൾ വരുന്നു, നിങ്ങൾ നേരിട്ട് കാണാൻ ആവശ്യപ്പെടുന്നു. പലതരത്തിലുള്ള ഓഫറുകൾ തന്നുകൊണ്ടിരിക്കും. അങ്ങനെ നമ്മൾ വഞ്ചിതരാവാതിരിക്കണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? ബേസിക് അവയർനെസ് ഉണ്ടാക്കണം. അപ്പോൾ നമ്മളിപ്പോൾ ഇത് സംസാരിക്കുന്നു. ഇത് കേൾക്കുന്ന ഒരാൾക്ക് ഒരുപക്ഷെ ഇത്തരത്തിലൊരു തട്ടിപ്പിന് ഒരാൾ സമീപിക്കുമ്പോൾ അത് ഓർമ്മ വരും. അന്ന് അനൂപ് പറഞ്ഞ കാര്യം, അല്ലെങ്കിൽ ഞാൻ പറഞ്ഞ കാര്യം, അല്ലെങ്കിൽ ചില മാറ്ററുകൾ അങ്ങനെയാണ് ഓർമ്മ വരിക. യാത്രയുമായി ബന്ധപ്പെട്ട തട്ടിപ്പ് ഒരുപാടുണ്ടല്ലോ. കാരണം ഒരു സൗജന്യ യാത്ര നിങ്ങൾക്ക് നിങ്ങളുടെ ഭാര്യയ്ക്കും തരുന്നു, അതെ. ഹോട്ടലിലേക്ക് വരും. അത് വർഷങ്ങളായിട്ട് നടക്കുന്നതാണ്, ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്നതാണ്. നിങ്ങളൊരു ഹൈപ്പർ മാർക്കറ്റിൽ പോയാൽ നിരപരാധികളും നിഷ്കളങ്കരുമായിട്ടുള്ള വിസിറ്റിംഗ് വിസയിൽ വന്നിട്ടുള്ള ചെറുപ്പക്കാരെ ഉപയോഗിച്ച്, ചിലപ്പോൾ പെൺകുട്ടികളായിരിക്കും, അവർക്ക് എങ്ങനെയാണെന്ന് വെച്ചാൽ അവർക്ക് ഓഫറാണ്. ഇത്ര ആളുകളെ നിങ്ങൾ സംഘടിപ്പിച്ചാൽ നിങ്ങൾക്ക് വിസ തരാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇത്ര എമൗണ്ട് തരാം. അവർക്ക് ഇതിൻ്റെ ചതിക്കുഴികളെക്കുറിച്ച് അറിയുന്നില്ല. നിങ്ങൾ ഒരു ആളുടെ അടുത്ത് ആദ്യം ഇവർ ചോദിക്കുക, നിങ്ങൾക്ക് 10,000 ദിർഹം സാലറി ഉണ്ടോ, അല്ലെങ്കിൽ നിങ്ങളുടെ കാറ്റഗറി ഏതാണ്. അങ്ങനെ നിങ്ങളിൽ നിന്നും ഒരു ഫോം ആവശ്യപ്പെട്ട് കോൺടാക്ട് നമ്പർ എടുത്ത് അടുത്ത ദിവസം വിളിയെത്തുകയാണ്. നിങ്ങൾക്കിതാ സമ്മാനം അടിച്ചിരിക്കണോ, ഇത്ര ഗ്രാം ഗോൾഡ് കോയിൻ അടിച്ചിരിക്കണോ. നിങ്ങൾ നേരെ ഇങ്ങനെ പറഞ്ഞ ഹോട്ടലിലേക്ക് പോകും. വളരെ വലിയ സ്വീകരണമായിരിക്കും. അവിടെ പോയാൽ എന്തൊക്കെയാണ് നിങ്ങൾക്ക് സ്വീകരണം, നിങ്ങളെ സ്വർഗത്തിലേക്ക് എത്തിക്കാം അവർ വാഗ്ദാനം ചെയ്യും. നിങ്ങളുടെ കയ്യിൽ ക്രെഡിറ്റ് കാർഡ് കൊണ്ട് പോയോ, തീർന്നു. നിങ്ങൾ ആ ക്രെഡിറ്റ് കാർഡ് ഉപയോഗിച്ച് അവർ പറഞ്ഞ പേയ്മെൻറ്റ് നടത്തിയിരിക്കും. അതിന് അത്രയും എക്സ്പേർട്ടുകളായിട്ട് തട്ടിപ്പിന് വേണ്ടിയിട്ട് പ്രത്യേകം ട്രെയിൻ ചെയ്ത ആളുകളാണ് അവിടെ ഉള്ളത്. നിങ്ങളൊരു മനുഷ്യനാണോ, നിങ്ങളെ വഞ്ചിക്കാനുള്ള എല്ലാ മാർഗ്ഗങ്ങളും, നിങ്ങളെ ഭാര്യ ഉണ്ടെങ്കിൽ ഭാര്യയുടെ അടുത്ത് സെപ്പറേറ്റ് സംസാരിക്കും, നിങ്ങളെ സംസാരിക്കും. അങ്ങനെ നിങ്ങളെ പൈസ ഇല്ലാത്ത ആളാണെങ്കിൽ ക്രെഡിറ്റ് കാർഡ് ഉണ്ടെങ്കിൽ അപ്പം തന്നെ പേയ്മെൻറ്റ് ചെയ്ത് വിടും. പിന്നെ നിങ്ങൾ ഓരോ കാര്യത്തിന് വിളിക്കുമ്പോൾ അവരുടെ ചതികൾ നിങ്ങൾക്ക് ഇങ്ങനെ മനസ്സിലാവും. ഇങ്ങനെ ആരെങ്കിലും വിളിച്ചു കഴിഞ്ഞാൽ ദയവ് ചെയ്ത് ക്യാഷ്, ഡെബിറ്റ് കാർഡ്, ക്രെഡിറ്റ് കാർഡ് കൊണ്ടുപോകരുത്. എന്തെങ്കിലും പറഞ്ഞാൽ ആലോചിക്കാൻ സമയമെടുക്കുക. അടുത്തൊരു കോഫി ഷോപ്പിൽ പോയി 1 മണിക്കൂർ കോഫി കുടിച്ചോളൂ. എന്നിട്ട് ആലോചിക്കുക. ഇതുപോലുള്ള ജസ്റ്റ് ഗൂഗിൾ ചെയ്യുക, അല്ലെങ്കിൽ യൂട്യൂബിൽ സെർച്ച് ചെയ്യുക, നിങ്ങൾക്ക് ഉത്തരം കിട്ടും. ഇതേ കമ്പനിയെക്കുറിച്ച് ഗൂഗിൾ റിവ്യൂ നോക്കിയാൽ നിങ്ങൾക്ക് ഉത്തരം കിട്ടും. കാരണം ഒരുപാട് ഫേക്ക് ന്യൂസ് വന്ന് ഇത് 90% വളരെ വേണ്ടപ്പെട്ട ഒരാൾക്ക് ഇതുപോലൊരു എക്സ്പീരിയൻസ് ഉണ്ടായി. ഇതാണ് ഇവരൊരു സെർച്ച് ചെയ്തപ്പോഴാണ് മനസ്സിലായത് ഇത് ഇത്രയും ഫേക്ക്. ഇതെന്താന്ന് വെച്ചാൽ, നമുക്കൊരു ഓഫർ തന്ന് നമ്മൾ ആ സമയത്ത് പ്രതീക്ഷിക്കുന്നത് നമ്മളെ സഹായിക്കാൻ വേണ്ടി ആകാശത്ത് നിന്ന് ഇറങ്ങി വന്ന ഒരു വ്യക്തിയാണോ ഇതെന്ന് തോന്നിപ്പോവും. ആ തരത്തിലാണ് അവരുടെ ഓഫർ ഉണ്ടാവുക. കാരണം നമുക്ക് മാർക്കറ്റിൽ കിട്ടുന്ന ഒരു സാധനം, അല്ലെങ്കിൽ ആ ഒരു സർവീസ് ഒരു പരിധി കവിഞ്ഞ ഓഫർ നിങ്ങൾക്ക് ആരെങ്കിലും നൽകുന്നുണ്ടെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കിക്കോ, അവിടെ ചതിയുടെ ഒരു അടയാളമുണ്ട്. ഇത് മനസ്സിലാക്കാൻ നിങ്ങൾക്ക് എന്ന് കഴിയുന്നുവോ അന്ന് നിങ്ങൾ തട്ടിപ്പിന് ഇരയാകാതിരിക്കും. ശരി. അതുപോലെ നമ്മളിപ്പോൾ ഇവിടുത്തെ പലർക്കും അറിയാത്ത കാര്യമുണ്ട്. അഡ്വക്കേറ്റ് തന്നെ എന്നോട് പലപ്പോഴും പേഴ്സണലി സംസാരിച്ചൊരു വിഷയമാണ്. പലരോടും പറയണം, അല്ലെങ്കിൽ നിങ്ങൾ അത്തരം വീഡിയോകളൊക്കെ ചെയ്യണം എന്നൊക്കെ എന്നോട് പറയാറുണ്ട്. അതായത് ഈ നമ്മൾ വാടക കരാർ അവസാനിപ്പിച്ചതിന് ശേഷം NOC വാങ്ങിക്കാത്തതിൻ്റെ പേരിൽ ട്രാവൽ ബാൻ വരുന്നത്, എപ്പോഴെങ്കിലുമൊക്കെ തിരിച്ചു വരുന്ന സമയത്ത്, അതുപോലെ തന്നെ ഏതെങ്കിലും ആർക്കെങ്കിലും ഒരു ഒപ്പിട്ട് കൊടുത്താൽ, ബ്ലാങ്ക് പേപ്പറിൽ ഒപ്പിട്ട് കൊടുത്തിട്ട് പിന്നീട് അതൊരു കേസായി വരുന്ന കാര്യം, ഇങ്ങനെ അറിവില്ലായ്മ കൊണ്ടോ അല്ലെങ്കിൽ അശ്രദ്ധ കൊണ്ടോ ഒരുപാട് ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ആളുകളുണ്ട്. അതെ. അവരോടുള്ള അഭ്യർത്ഥന എന്താണ്? ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ നമ്മൾ മറ്റൊരു രാജ്യത്ത് ജീവിക്കുന്ന വ്യക്തികളാണ്. അപ്പോൾ അവിടുത്തെ നിയമങ്ങളെക്കുറിച്ച് ബേസിക് കാര്യങ്ങൾ അറിയാൻ വേണ്ടി നമ്മൾ ശ്രദ്ധിക്കണം. അപ്പോൾ നിങ്ങളിപ്പോൾ ഈ പറഞ്ഞ പോലെ ഈ വാടക കരാറിൻ്റെ കാര്യത്തിൽ നിരന്തരം ഈ കോവിഡിന് ശേഷം ഒരുപാട് നിരപരാധികൾ ഒരുപാട് ഭാരിച്ച എമൗണ്ടുമായി ബന്ധപ്പെട്ട് ട്രാവൽ ബാൻ വന്ന്, അറസ്റ്റ് വാറണ്ട് വന്ന്, അവിടെ നിന്നുമൊക്കെ കടം വാങ്ങിച്ച് അത് തീർത്ത അവസ്ഥ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ഇവർക്ക് ഇതിൻ്റെ പ്രൊസീജിയർ, നിങ്ങൾ ഒരു വാടക കരാർ അവസാനിപ്പിക്കുക എന്ന് പറഞ്ഞാൽ ആ ഒരു റെൻറ്റ് നൽകിക്കൊണ്ടിരിക്കുന്ന ആ വീട്ടിൽ നിന്നും അല്ലെങ്കിൽ ആ ഓഫീസിൽ നിന്നും ഇറങ്ങിപ്പോയത് കൊണ്ട് അവിടെ അതിൻ്റെ അവസാനം ആവുന്നില്ല. അതാണ് നമ്മൾ അറിയേണ്ടത്.
ഒരു സാധാരണക്കാരൻ്റെ ചിന്ത, ഞാൻ ആ വീട്ടിൽ താമസിക്കുന്നില്ല, ആ താക്കോല് ഞാൻ അവിടുത്തെ വാച്ച്മാൻ്റെ കയ്യിൽ ഏൽപ്പിച്ചു പോയി, പിന്നെ എനിക്ക് ബാധ്യതയില്ല എന്നാണ്. തെറ്റാണ്. നിങ്ങൾ അവിടെ നിന്ന് പോയാലും ആ ഒരു റിയൽ എസ്റ്റേറ്റിന്, ലാൻഡ് ലോഡിന് മറ്റൊരാൾക്ക് അത് റെൻ്റ് ഔട്ട് ചെയ്യണമെങ്കിൽ നിങ്ങളുടെ പേരിലുള്ള അത് ക്യാൻസൽ ചെയ്യേണ്ടതുണ്ട്. അതിന് നിങ്ങൾ ആ NOC വാങ്ങിച്ച് അതിൻ്റെ പ്രോപ്പർ ചാനലിലൂടെ ക്യാൻസൽ ചെയ്യേണ്ടതുണ്ട്. ഒരുപക്ഷേ പോകുന്ന സമയത്ത് ഒരു 1000 ദിർഹത്തിൻ്റെ തർക്കത്തിനോ 1 മാസത്തെ റെൻറ്റ് ബാക്കിക്കോ വേണ്ടിയിട്ടായിരിക്കാം നിങ്ങൾ ഇത്തരത്തിൽ ചെയ്യുക. പക്ഷേ നിങ്ങളെ കാത്തിരിക്കുന്നത് ഒരുപക്ഷേ 1,00,000 അല്ലെങ്കിൽ 2,00,000 ദിർഹം, 3 വർഷത്തെ 4 വർഷത്തെ വാടക വരെയാണ്. അപ്പോൾ ഇത് തിരിച്ചറിയാതെ കോവിഡിന് ശേഷം നമ്മൾ തന്നെ പല കാര്യങ്ങളിലും ഇടപെട്ട് നിങ്ങൾക്ക് അറിവുള്ള കാര്യമാണ്. അപ്പോൾ വളരെ ശ്രദ്ധിക്കുക, ഇതിനുള്ള ഇൻഫർമേഷൻ നമ്മൾ ഉണ്ടാക്കുക. അതെല്ലാ എമിറേറ്റിലും ഒരുപോലെയാണോ? ഷാർജ, ദുബായ് എല്ലാം? ഏത് എമിറേറ്റിലാണെങ്കിലും ഈ ക്ലിയറൻസ് ലെറ്റർ നിർബന്ധമാണ് നമ്മൾ കൊടുക്കേണ്ടത്. അപ്പോൾ നമ്മൾ എന്തൊരു പ്രശ്നം വന്നാലും നമ്മുടെ ഒരു പ്രോബ്ലം എന്താ വെച്ചാൽ ആ പ്രശ്നത്തെ മനസ്സിലാക്കാൻ വേണ്ടി നമ്മൾ ആദ്യം ശ്രമിക്കണം. അതാണ് ഇല്ലാത്തത്. ഈ പ്രശ്നം മനസ്സിലായാലാണ്, എനിക്കൊരു പ്രശ്നം വന്നത് അത് മനസ്സിലായാലാണ് എനിക്ക് ഒരു കൺസൾട്ടൻറ്റിൻ്റെ അടുത്ത് പോയാൽ അല്ലെങ്കിൽ ഒരു ഉദ്യോഗസ്ഥൻ്റെ അടുത്ത് പോയാൽ അത് അവതരിപ്പിക്കാൻ കഴിയുള്ളൂ. എനിക്കത് പറഞ്ഞു കൊടുക്കാൻ കഴിയില്ലെങ്കിൽ അവർക്കത് മനസ്സിലാക്കാൻ കഴിയില്ല. കാരണം ഇവിടെ മറ്റൊരു രാജ്യത്താണ്, മറ്റൊരു ഭാഷയാണ്. അപ്പോൾ ഓഫീസുകളിൽ പോകുമ്പോൾ ഇവിടെ എല്ലാവർക്കും ചിലപ്പോൾ അറബി അറിഞ്ഞോളണമെന്നില്ല. ചിലപ്പോൾ ഒരു സാധാരണക്കാരനാണ് ഇംഗ്ലീഷും ആവശ്യത്തിന് കുറച്ചറിയുന്ന ആൾക്കാരായിരിക്കും, ഹിന്ദി അറിയില്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ നമ്മൾ ആദ്യം നമ്മുടെ പ്രശ്നം നമ്മൾ മനസ്സിലാക്കുക, എന്നിട്ട് അത് പരിഹരിക്കാൻ വേണ്ടി ശ്രമിക്കുക. തട്ടിപ്പുകളുടെ കാര്യം നേരത്തെ പറഞ്ഞ പോലെ ഇത് പരിഹരിക്കാൻ ശ്രമിക്കുമ്പോഴും അതിൻ്റെ മുമ്പിലും നിങ്ങൾ ഒരു സഹജീവിയാണെന്ന പരിഗണന പോലും നൽകാതെ ഏത് തരത്തിലുള്ള ആളുകളും പലതരത്തിലുള്ള തെറ്റായ ഓഫറുകൾ നൽകി നിങ്ങളെ പറ്റിക്കാൻ വേണ്ടി കാശ് വാഗ്ദാനം ചെയ്ത് ഇരിക്കും. നിങ്ങളൊരു പ്രശ്നവുമായി പോകുമ്പോൾ ഒരാൾ നിങ്ങളുടെ അടുത്ത് പറയാണ് 50,000 ദിർഹം കൊണ്ടുവരൂ, ഞാൻ പരിഹരിക്കാൻ പറഞ്ഞാൽ അപ്പോൾ മനസ്സിലാക്കിക്കോളൂ അത് തെറ്റാണ്. ഇത് നമ്മളൊരു സൂപ്പർ മാർക്കറ്റിൽ പോയി സാധനം വാങ്ങിക്കുന്നത് പോലെ ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം. ഇവിടുത്തെ നിയമപരമായിട്ട് ഞാൻ ഡീൽ ചെയ്ത് തരാം, എനിക്ക് ഇത്ര പൈസ തന്നാൽ മതി, അങ്ങനെയൊക്കെ പറഞ്ഞ് ആളുകളെ വശത്താക്കുന്ന ആളുണ്ട്. ഈ ആൾക്കാർക്ക് അറിയാതെ നേരെ ചിലപ്പോൾ പോയി ചെന്ന് ഇപ്പം ഞാൻ ചിലപ്പോൾ റെഫർ ചെയ്യുന്നത് ഇന്ന ആളുണ്ടാവും, എനിക്ക് വളരെ വേണ്ടപ്പെട്ടയാണ് എന്നൊക്കെ പറഞ്ഞ് ആ തരത്തിലേക്ക് തിരിച്ചു വിടുന്നു. അവിടെ പോയി പെട്ടുപോയ ആൾക്കാരുണ്ട്. എന്നോടൊക്കെ നേരിട്ട് വിളിച്ചു പറഞ്ഞു, ഞങ്ങൾ കുറേ പൈസ, ഇതുവരെ കേസൊന്നും ആയിട്ടില്ല, ഒരു 19,000 ദിർഹംസ് എൻ്റെ കയ്യിൽ നിന്ന് പോയി. ഇങ്ങനത്തെ സിറ്റുവേഷനിൽ പെട്ടുപോകുന്ന ആൾക്കാരുണ്ട്. ഇതിനകത്ത് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, നിങ്ങൾക്ക് ബുദ്ധിയുണ്ടാവണം, നിങ്ങൾക്ക് ചിന്തിക്കാനുള്ള കഴിവുണ്ടാവണം. അനൂപ് എന്നെ റെഫർ ചെയ്തിട്ട് ഞാൻ അവർക്ക് തെറ്റായ ഇൻഫർമേഷൻ കൊടുക്കുന്നത് മനസ്സിലാക്കാൻ കഴിയും. നമുക്ക് ചോദിക്കാൻ കഴിയും. നിങ്ങൾക്കൊരു കാര്യത്തിന് ഒരു കോർട്ട് ഫീസ് ആവശ്യമുണ്ട് പറയുകയാണെങ്കിൽ നമുക്ക് അന്വേഷിക്കാം. അതുപോലെ ഫീസ് ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് മാർക്കറ്റിൽ പരിശോധിക്കാം. ഒരു വ്യക്തി നൽകുന്ന ഓഫറുകൾ, അയാൾ സംസാരിക്കുന്ന വാക്കുകളിലൂടെ അയാളെ മനസ്സിലാക്കാൻ കഴിഞ്ഞാൽ അവർ പറയുമ്പോൾ തന്നെ നിങ്ങൾക്ക് ഉൾക്കൊള്ളാൻ കഴിയും. ഇത് കഴിയുമോ ഇല്ലേ? നിങ്ങൾ സമയമെടുക്കുക, ആവശ്യത്തിന് സമയമെടുത്ത് ചിന്തിക്കുക. നിങ്ങളുടെ ലോജിക്ക് ഉപയോഗിച്ച് മാത്രം നിങ്ങൾ പ്രവർത്തിക്കുക. ഒരാൾക്കും ഒരു മാജിക്കിലൂടെ ഒന്നും ചെയ്ത് കഴിയാൻ പറ്റില്ല. അപ്പോൾ നമ്മളൊരാളടുത്ത് എന്നോട് പല ആളുകളും വിളിച്ച് ചോദിക്കാറുണ്ട്, ഇങ്ങനൊരു പ്രശ്നമുണ്ട്, എത്ര രൂപയാവും? ഞാൻ പറയും, ഞാനിവിടെ സൂപ്പർ മാർക്കറ്റ് നടത്തുന്നില്ല. ഞാൻ പറയും, എനിക്ക് നിങ്ങളെ ആദ്യം കാണണം, നിങ്ങളുടെ പ്രശ്നം കേൾക്കണം, എന്നിട്ട് അത് കഴിയുമോ ഇല്ലയോ എന്ന് ഞാൻ പറയും. കഴിയുമെങ്കിൽ അതിന് ഇത്രയാണ് ചാർജ് വരാൻ സാധ്യത എന്ന് പറയും. നിങ്ങൾക്ക് എവിടെ വേണമെങ്കിലും പോകാം. ഇതൊരു സർവീസാണ്. അതായത് ഒരു മനുഷ്യനായ ഒരു വ്യക്തി എന്തെങ്കിലും സാഹചര്യത്താൽ ഒരു പ്രശ്നത്തിൽപ്പെട്ട് നമ്മളെ സമീപിക്കുമ്പോൾ നമ്മൾ അവരെ മറ്റൊരു ചുറ്റിയെടുത്ത് അവരുടെ തലക്കടിക്കുന്ന പണി പാടില്ല. നമ്മൾ അവരെ സഹായിക്കാനുള്ള മനസ്സുണ്ടെങ്കിൽ അങ്ങനെ സഹായിക്കാൻ വേണ്ടി ചെയ്യുന്ന ഒരു സർവീസാണിത്. അപ്പോൾ അത് ഇങ്ങനെ തന്നെ പൂർണ്ണമായി മനസ്സിലാക്കി കൊടുത്ത് അവരെന്താണോ പറയുന്നത് അവർക്ക് ഇഷ്ടമുള്ള തീരുമാനം എടുക്കാനുള്ള അവസരം കൊടുക്കുക. കാരണം ഈ ഒരു വിവരം ഞാൻ പറഞ്ഞാലും ഇവിടെ എല്ലായിടത്തും ഈ വിവരങ്ങൾ ലഭ്യമാണ്. നിങ്ങൾക്ക് ആര് ആത്മാർത്ഥമായി ഇൻഫർമേഷൻ തരുന്നുവോ, നിങ്ങൾക്ക് ആര് വിശ്വസിക്കുമോ, നിങ്ങൾ അവരെ ഏൽപ്പിക്കുക. ചെയ്യുമ്പോൾ ആധികാരികത ഉള്ളവരെ ഏർപ്പെടുക. നിങ്ങളൊരാൾ വിളിക്കുമ്പോൾ ഇന്ന കഫ്റ്റീരിയയിലേക്ക് വരിക, ഇന്ന റെസ്റ്റോറൻറ്റിലേക്ക് വരിക എന്ന് അപ്പോൾ മനസ്സിലാക്കിക്കോ അവർക്കൊരു ഓഫീസില്ല. രണ്ടാമത്തെ കാര്യം, നിങ്ങൾ വിളിച്ചിട്ട് പറയാണ് അമിതമായിട്ടുള്ള ഓഫറുകൾ, എനിക്ക് ഇന്ന ആളെ പരിചയമുണ്ട് പറയുമ്പോൾ അപ്പോൾ മനസ്സിലാക്കിക്കോ അവിടെ എന്തോ ഒരു വഞ്ചനയുണ്ട്. ഒരു അഡ്രസ്സുള്ള ഒരാൾ, അനൂപ് എന്നെ ഏൽപ്പിച്ചു കഴിഞ്ഞാൽ എനിക്കൊരു അഡ്രസ്സ് ഉണ്ട്, എനിക്കൊരു ഓഫീസുണ്ട്, എനിക്കൊരു പ്രൊഫഷൻ ഉണ്ട്, എനിക്കൊരു റെപ്യൂട്ടേഷൻ നഷ്ടപ്പെടാനുണ്ടെങ്കിൽ ഒരിക്കലും ഞാൻ ഒരു തെറ്റ് ചെയ്യില്ല. അതാണ് അവിടെ മനസ്സിലാക്കേണ്ടത്. ഈ കോമൺ സെൻസ് മനസ്സിലാക്കി മുന്നോട്ട് പോയാൽ നിങ്ങളെ വഞ്ചിക്കാൻ ആർക്കും കഴിയില്ല. ഇനിയിപ്പോൾ വിസിറ്റിംഗ് വിസയുമായി ബന്ധപ്പെട്ട ഒരുപാട് വിഷയങ്ങൾ നടക്കുന്നത്. വിസിറ്റിംഗ് വിസയിൽ വന്ന് ജോലി ചെയ്യുന്നു, പിടിക്കപ്പെടുന്നു, അതുപോലെ പിടിക്കപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെ നേരെ ജയിലിലേക്ക് കൊണ്ടുപോകുന്നു, ഡീപ്പോർട്ടേഷൻ, ഇങ്ങനെ ഭയക്കുന്ന ആളുകളുണ്ട്. വിസിറ്റിംഗ് വിസയിൽ ജോലി ചെയ്യാൻ പാടില്ല എന്നുള്ളത് ഇവിടുത്തെ അധികൃതർ നിരന്തരം പറയാതെയാണ്. അത്തരം കേസുകൾ വരാറുണ്ടോ? എന്താണ് അത്തരം കേസുകൾ വന്നു കഴിഞ്ഞാൽ അടുത്തൊരു സ്റ്റെപ്പ് എന്തായിരിക്കും? ഇതിനകത്ത് ഇപ്പോൾ നമുക്ക് പറയുമ്പോൾ ഇങ്ങനെയൊക്കെ പറയാം, നിങ്ങൾ വിസിറ്റിംഗ് വിസയിൽ ജോലി ചെയ്യാൻ പാടില്ല എന്ന്. പക്ഷെ ഒരു പാവപ്പെട്ട ഒരു വ്യക്തി ജോലിക്ക് വരുന്ന സമയത്ത് ഒരു 3 മാസം ജോലി അന്വേഷിച്ചു, എവിടെയും കിട്ടാനില്ല. പിന്നെ കിട്ടുന്ന ജോലി അവർ സ്വീകരിച്ചു പോകും. അപ്പോൾ അവിടെ അത് വിസിറ്റിംഗ് വിസയാണോ അതവർ പുതുക്കി തരുമോ എന്നൊന്നും ഇവർക്ക് അറിയില്ല. പലരും അവരുടെ ഓഫർ ലെറ്റർ കമ്പനി ലെറ്റർ ഹെഡിൽ കൊടുത്ത്
മാസങ്ങളോളം ജോലി ചെയ്യിപ്പിച്ച് ഞാൻ വിസ എടുത്തു തരാമെന്ന് പറഞ്ഞ് ആ വിസ എടുത്ത് കൊടുക്കാതെ ഫൈൻ അടയ്ക്കാൻ മാർഗമില്ലാതെ എത്രയോ തൊഴിലാളികൾ ഇവിടെ തിരിച്ചു വരാൻ പിന്നീട് അവരുടെ ജീവിതമാർഗത്തിന് വേണ്ടി യു എയിലേക്ക് തിരിച്ചു വരാൻ കഴിയാത്ത രൂപത്തിൽ ഔട്ട് പാസ് എടുത്ത് പോയ ആളുകൾ, പോകുന്ന ആളുകൾ നിരന്തരം നമ്മളെ വിളിക്കാറുണ്ട്. കാരണം അവർക്ക് അറിയില്ല, നിങ്ങൾക്കൊരാൾ ഓഫർ ലെറ്റർ തന്ന് നിങ്ങളുടെ വിസിറ്റ് വിസ പുതുക്കാനുള്ള സമയത്ത് പുതുക്കേണ്ട ഉത്തരവാദിത്തം നിങ്ങൾക്കാണ്. അത് നിങ്ങൾ പുതുക്കാതെ അവിടെ തുടർന്നാൽ ആ കമ്പനിയെ വിശ്വസിച്ചാൽ ഉത്തരവാദി നിങ്ങൾ മാത്രമാണ്. അപ്പോൾ അങ്ങനെ നമ്മൾ വിശ്വസിക്കരുത്. ഇവിടുത്തെ നിയമം നമുക്ക് ജോലി കിട്ടിയില്ലെങ്കിലും നമ്മൾ പ്രയോറിറ്റി കൊടുക്കേണ്ടത് നമുക്ക് ഇന്ന് മാത്രമല്ല നാളെയും മറ്റന്നാളും ഭാവിയിലൊക്കെ ജീവിക്കേണ്ടതുണ്ട്. അപ്പോൾ ഇവിടുത്തെ നിയമം അനുസരിക്കാൻ പരമാവധി നമ്മൾ ശ്രമിക്കുക. നേരത്തെ നമ്മൾ പറഞ്ഞ പോലെ ചില ആളുകൾ ബ്ലാങ്ക് ചെക്ക് എടുത്തു കൊടുക്കും ചില കാര്യങ്ങൾക്ക്, നിസ്സാര കാര്യങ്ങൾക്ക്. ജോലിക്ക് വരുന്ന ആളുകൾ പോലും ആ ജോലിക്ക് കയറുന്നതിന് മുമ്പ് അവരുടെ അറിവില്ലായ്മയും നിഷ്കളങ്കതയും ചൂഷണം ചെയ്ത് പല ആളുകളും ബ്ലാങ്ക് ചെക്ക് വാങ്ങിക്കുക, അല്ലെങ്കിൽ ലെറ്റർ ഹെഡിൽ എന്തെങ്കിലും എഴുതി വാങ്ങിക്കുക, അക്നോളജ്മെൻറ്റ് വാങ്ങിക്കുക, അവരുടെ പേരിൽ കാർഡ് എടുക്കുക, അവരുടെ പേരിൽ ലോൺ എടുക്കുക, അത് കമ്പനിയിലേക്ക് ഉപയോഗിക്കുക. അങ്ങനെയൊക്കെ ചെയ്യുന്ന ആളുകളുണ്ട്. എല്ലാവരുമല്ല, ചില ആളുകൾ. അപ്പോൾ ഇവിടെയൊക്കെ ഞാൻ പറഞ്ഞ ബേസിക് കാര്യം തന്നെയാണ്. നമ്മൾ ഒരു അസുഖം വരുന്നത് ഒരു പക്ഷേ നമ്മുടെ കൺട്രോളിലല്ല, പക്ഷേ ഒരു നിയമപ്രശ്നം വരുന്നത് ഒരു 60% നമ്മുടെ കൺട്രോളിലാണ്. നമ്മുടെ അറിവില്ലായ്മയും നമ്മളത് മനസ്സിലാക്കാനും പഠിക്കാനും തയ്യാറാവാത്തതുകൊണ്ടാണ്. അപ്പോൾ നമ്മുടെ ഭാഗത്ത് മിസ്റ്റേക്ക് ഉണ്ടാവാതിരിക്കാൻ നമ്മൾ ശ്രദ്ധിക്കുക, അറിവ് ഉണ്ടാക്കുക. എപ്പോഴും ഇവിടെ സംഭവിക്കുന്ന നമ്മൾ ഒരു ജോലിയുമായി ബന്ധപ്പെട്ട് ആ ജോലിയിൽ മാത്രം ശ്രദ്ധിക്കും. അതല്ല, നമ്മുടെ ചുറ്റും നടക്കുന്ന പ്രശ്നങ്ങളും നമ്മുടെ ചുറ്റും നടക്കുന്ന സഹജീവികളുടെ പ്രശ്നങ്ങളൊക്കെ മനസ്സിലാക്കാനും അറിയാനും ശ്രമിക്കുക. അപ്പോൾ നാളെ ഈ പ്രശ്നം നിങ്ങളെ തേടി വരാതിരിക്കും. യെസ്, ഇതാണ് അതിന് മാർഗം. എന്തായാലും ഒരുപാട് വിഷയങ്ങൾ നമുക്കിനി സംസാരിക്കാനുണ്ട്. വരും ദിവസങ്ങളിലും നമ്മൾ ടിക്ടോക്കിൽ ഇങ്ങനെ സംസാരിക്കുന്നതായിരിക്കും. ഒരുപാട് നിയമപ്രശ്നങ്ങൾ സംസാരിക്കാം, വ്യത്യസ്തമായ വിഷയങ്ങളിലൂടെ സംസാരിക്കും. വളരെ നന്ദി അഡ്വക്കേറ്റ് ഹക്കീം ഒറ്റപ്പാലം. ഈ ഒരു സമയത്ത് നിങ്ങൾക്ക് അഡ്വക്കേറ്റിൻ്റെ സേവനം ഏത് സമയത്തും നിങ്ങൾക്ക് തേടാവുന്നതാണ്. അതിനുള്ള അദ്ദേഹത്തിനെ കോൺടാക്ട് ചെയ്യാനുള്ള നമ്പർ നമ്മൾ ഇതിനെ താഴെ കൊടുത്തിട്ടുണ്ടാവും. അതുകൊണ്ട് നിങ്ങൾക്ക് ഏത് സമയത്തും അഡ്വക്കേറ്റുമായിട്ട് ബന്ധപ്പെടാം. ഏത് നിയമപ്രശ്നങ്ങളുണ്ടെങ്കിലും പ്രശ്നങ്ങളിൽ ചെന്ന് പെടാതിരിക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക എന്ന് മാത്രമാണ് നമുക്ക് ഓർമ്മപ്പെടുത്താനുള്ളത്. ഓക്കെ, താങ്ക് യു.